ഇത്രയും നല്ലൊരു എമൗണ്ട് വെച്ചുകൊണ്ട് ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഇത് യൂസ് ചെയ്യാതെ പുറത്തൊരു കിച്ചണ്. എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു കിച്ചണിൻ്റെ കഥ പറഞ്ഞാലോ ഇന്ന്. കിച്ചണിൻ്റെ കഥ എന്ന് പറയുമ്പോൾ എന്താണെന്നായിരിക്കും ചിന്തിക്കുക അല്ലേ? എല്ലാവരും പുതിയ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ലേഡീസിനാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്ന കിച്ചൺ ആയിരിക്കും. നല്ലൊരു കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റീരിയർ ചെയ്യും. ഓൾമോസ്റ്റ് ചെറിയൊരു കിച്ചൺ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3 lakh എബോ എങ്കിലും നമുക്ക് കാണേണ്ടി വരും. 3 lakh to 15 lakh വരെ അല്ലെങ്കിൽ 20 lakh വരെ കംപ്ലീറ്റ് ആക്കാവുന്ന കിച്ചൺ അടക്കമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കിച്ചൺ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. എന്നിട്ട് വീട്ടിനകത്ത് തന്നെ ഒരു ഔട്ട് കിച്ചൺ ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്, അത് ഇരുന്നോട്ടെ. അതല്ലാതെ പുറത്ത് കൊണ്ടുപോയി ഒരു കിച്ചണും കൂടി പണിയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വേസ്റ്റാണ് മണി. ആ ഒരു കിച്ചൺ ഉണ്ടാക്കി അതാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെച്ചുകൊണ്ട്, ചിമ്മിണിയാണെങ്കിലും ഹോബാണെങ്കിലും എത്രയോ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇത് യൂസ് ചെയ്യാതെ പുറമെ ഒരു പഴയ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റം മാറേണ്ട ടൈം എപ്പോഴേ കഴിഞ്ഞു. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ കിച്ചൺ ഉണ്ടാക്കുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് വീട് ഉണ്ടാക്കുന്നത്? നമ്മളിത് ആസ്വദിക്കാൻ വേണ്ടിയാണ്. നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ്? പിന്നെ അതിന് ഇത്രയൊക്കെ ചിലവിട്ട് കൊണ്ട് ഒരു വീടുണ്ടാക്കുന്നത്? നമ്മൾ ഒരിക്കലും വീട് ശാശ്വതമല്ല. നമ്മൾക്ക് ആഗ്രഹമുള്ള വീടുകൾ കെട്ടിക്കൊണ്ട്, നമ്മൾ ആഗ്രഹമുള്ള കിച്ചണുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനുശേഷം അത് യൂസ് ചെയ്യാതെ ഒരു വെറും ലോക്കൽ സാധനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത അതിനകത്ത് സാധനമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെച്ച അതിനകത്ത് ഒരു കിച്ചൺ ഉണ്ടാക്കിക്കൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നുള്ളത്. നമ്മൾ എന്താണ് ഒരു വീട്ടിനകത്ത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് പൊളഞ്ഞു പോട്ടെ, പക്ഷെ നമ്മൾ മാക്സിമം അതിൽ എൻജോയ് ചെയ്തു. ആ കിച്ചണിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത പിന്നെ എന്തിനാ ഒരു കിച്ചൺ? എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. നിങ്ങൾക്ക് അനുഭവം ഒന്ന് ഇതിലൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.